ചെറിയ കാര്യങ്ങളാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലിറ്റിൽ തിങ്സ് മാറ്റർ. ഹലോ ഗൈസ്, ഈസ്റ്റർ സ്പെഷ്യൽ പോർക്കും കൂർക്കുമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഖാവാൻ 1 കിലോ പോർക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ പോർക്ക് ചെറിയ കഷ്ണങ്ങളായി നുറുക്കുക. പോർക്ക് വളരെ നല്ല രീതിയിൽ കഴുകുക. എന്നിട്ട് നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്യുക. പോർക്ക് പാചകം ചെയ്യുന്നതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അണുക്കളെ നശിപ്പിക്കുക ആണ്. അതിനായി ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വിനാഗിരി എന്നിവ ചേർക്കുക. അതിനുശേഷം അരമുറി നാരങ്ങനീര് ആഡ് ചെയ്യുക. തുടർന്ന് നല്ല രീതിയിൽ ഇതെല്ലാം മിക്സ് ചെയ്യുക. ആദ്യം തന്നെ കൂർക്ക നല്ലോണം കുക്കറിൽ വേവിക്കുക. അത് കഴിഞ്ഞ് വേവിച്ച് കഴിഞ്ഞ ശേഷം ഇതുപോലെ പയ്യെ തൊലി കളഞ്ഞെടുക്കുക. സുഹൃത്തുക്കളെ, കൂടുതൽ രുചികരമാകുവാൻ വേണ്ടി നമ്മൾ വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. അതിനുശേഷം അണുക്കൾ നശിക്കാനായി അത്യാവശ്യം വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ വെട്ടിത്തിളപ്പിച്ച് ചൂടാക്കുക. അരമണിക്കൂറിന് ശേഷം വേവിച്ച് വെച്ച പോർക്ക് നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്തെടുക്കുക. അതെ, ഭയങ്കര സ്റ്റൈലൊന്നും വേണ്ട, പാചകം നടക്കട്ടെ. ഓക്കെ, പാചകം നടക്കട്ടെ. അത്യാവശ്യം വലിപ്പമുള്ള 4 സവാള ചെറുതായി അരിയുക. നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ പോർക്ക് കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങാക്കൊത്തുകൾ. അപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തുകൾ കുനുകുന അരിയുക. ഇനി നമ്മുടെ പാചകം ആരംഭിക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും 4 പച്ചമുളക് കീറിയതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. തുടർന്ന് 20 അല്ലി വെളുത്തുള്ളിയും 2 വലിയ കഷ്ണം ഇഞ്ചിയും ഇതിലേക്ക് ചതച്ച് ചേർക്കുക. പിന്നീട് ചെറുതായി നുറുക്കിയ തേങ്ങാക്കൊത്തുകൾ ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഇതിനിടയിൽ നന്നാക്കി വെച്ച കൂർക്ക ചെറിയ കഷ്ണങ്ങളായി നുറുക്കുക. നമ്മുടെ കൂട്ട് നന്നായി മൂത്തു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വരട്ടിയെടുക്കുക. കുറച്ച് സമയത്തിന് ശേഷം വേവിച്ച് വെച്ച പോർക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക. എണ്ണ തെളിയുന്നതുവരെ നന്നായി വേവിച്ചെടുക്കുക. പോർക്ക് നന്നായി വേവിച്ച് കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പോർക്ക് നന്നായി വെന്തുവെന്ന് ഉറപ്പാക്കിയ ശേഷം വേവിച്ച് വെച്ച കൂർക്ക ഇതിലേക്ക് ചേർത്ത് നന്നായി വരട്ടിയെടുക്കുക. അവസാനം ഇത്തിരി കുരുമുളക്, മസാലപ്പൊടി, ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ മാത്രം അതും ചേർത്ത് നന്നായി ഇളക്കുക. തുടർന്ന് ഒരു ടേബിൾ സ്പൂൺ എണ്ണയിൽ 2 തണ്ട് വേപ്പില താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക. അതോടുകൂടി ഈസ്റ്റർ സ്പെഷ്യൽ പോർക്കും കൂർക്കയും തയ്യാർ. ഈ ഈസ്റ്റർ അടിപൊളിയാക്കാൻ നിങ്ങൾക്കും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കാം. താങ്ക് യു.